ഹായ് ഹായ് ഹായ്. ഇന്ന് മാഷ് എന്തിനാ വന്നതെന്ന് അറിയോ? നമ്മൾ പുതിയൊരു പാഠം പഠിക്കുന്നുണ്ട്. ഏതാണ്? ആ മെഷറിംഗ് വെയിറ്റ്സ്, ഭാരം അറിയാന്നുള്ള പാഠം അല്ലേ? ഈ പാഠത്തിൽ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കിലോഗ്രാമും ഗ്രാമും തമ്മിലുള്ള ബന്ധം. അതാണ് കേട്ടോ ഇത് നമ്മൾ നല്ല രസത്തിന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ എല്ലാവരും റെഡി ആണെന്ന് മാഷിന് അറിയാം. അതിന്റെ കൂടെ മാഷ് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരോ ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ 3ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ ഇനി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നേരെ കിലോഗ്രാമും ഗ്രാമും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പെട്ടെന്ന് നോക്കിയാലോ. ഇത് നോക്കിക്കേ, ഇവിടെ ആ ഒരു വലിയ ചാക്ക് നിറയെ അരിയുണ്ട് അല്ലേ? നമുക്കറിയാം എന്താണ് ഇത് നല്ല ഭാരം കാണും അല്ലേ? വലിയ ചാക്ക് നമുക്ക് ചിലപ്പോ പൊങ്ങത്തില്ല, അത്രയും ഭാരം കാണും. ഇങ്ങനെ വലിയ വലിയ ഭാരങ്ങൾ നമ്മൾ കിലോഗ്രാമിലാണോ ഗ്രാമിലാണോ പറയാ? നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും അല്ലേ? 5 കിലോഗ്രാം അരി, 10 കിലോഗ്രാം അരി എന്നൊക്കെ വലിയ വലിയ ഭാരങ്ങളുള്ള സാധനങ്ങൾക്ക് നമ്മൾ പറയാ കിലോഗ്രാമിലാണ്. ഇത് നോക്കിക്കേ, ഇത് 5 കിലോഗ്രാം ഭാരം വരുന്ന വലിയ ചാക്ക് അരിയാണ്. അങ്ങനെയാണെങ്കിൽ മാഷ് അടുത്തൊരു ചിത്രം കാണിക്കട്ടെ. എന്താണ്? ഒരു ചെറിയ പാക്കറ്റ് മുളക് പൊടി അല്ലേ? ഇതിന് ഒരുപാട് ഭാരം ഉണ്ടാവോ? ഇല്ല. നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എടുത്തു പോക്കാം അല്ലെ? അത്രയും ഭാരം കുറവായിരിക്കും ചെറിയ പാക്കറ്റ് മുളക് പൊടിക്കൊക്കെ അല്ലേ? പക്ഷെ ഇതിന്റെ ഭാരം എത്ര നിങ്ങൾക്ക് അറിയണോ? ഇത് 500 ഗ്രാം ആണ്. ഭാരം കുറഞ്ഞ സാധനങ്ങൾ നമ്മൾ പറയാ ഗ്രാമിലാണ്. അപ്പൊ ഇതിന്റെ വെയിറ്റ് എന്താണ്? 500 ഗ്രാം. നേരത്തെ കണ്ട ഒരു ചാക്ക് അരിയുടെ വെയിറ്റ് എന്തായിരുന്നു? 5 കിലോഗ്രാം ആയിരുന്നു അല്ലെ? അതിന് 5 കിലോഗ്രാം ഭാരമുണ്ട്, ഇതിന് 500 കിലോഗ്രാം ഭാരം. അപ്പൊ നിങ്ങൾ പലരും വിചാരിക്കും, മാഷെ മറ്റേത് 5 അല്ലേ, ഇത് 500 അല്ലേ, അപ്പൊ ഇതല്ലേ വലുത് വേണ്ടതെന്ന്. എനിക്കൊരു കാര്യം അറിയോ? 1 കിലോഗ്രാം എന്ന് വെച്ചാൽ 1000 ഗ്രാം ആണ്. എന്താണ്? 1 കിലോഗ്രാം ആണെങ്കിൽ തന്നെ എന്താവണം? 1000 ഗ്രാമുകൾ ചേരണം. 1000 ഗ്രാം ചേർന്നാലാണ് നമ്മൾ അതിനെ 1 കിലോഗ്രാം എന്ന് വിളിക്കുക. അപ്പൊ 2 കിലോഗ്രാം എന്ന് വെച്ചാലോ 2000 ഗ്രാം. അപ്പൊ 5 കിലോഗ്രാം എന്ന് വെച്ചാലോ 5000 ഗ്രാം ആണ് അല്ലേ? നമ്മുടെ ഒരു ചാക്കരി എന്താണ്? 5000 ഗ്രാം ആണ്. അതായത് 5 കിലോഗ്രാം ആണ്. നമ്മൾ മുളക് പൊടിയോ 500 ഗ്രാമേ ഉള്ളൂ അല്ലേ? ഇത് 5000 ഗ്രാം, അത് 500 ഗ്രാം. അപ്പൊ ഗ്രാമും കിലോഗ്രാമും തമ്മിലുള്ള ബന്ധം നമ്മളിപ്പോ പഠിച്ചു. എന്താണ്? 1 കിലോഗ്രാം എന്ന് വെച്ചാൽ 1000 ഗ്രാമുകൾ ചേർന്നതാണ്. 1000 ഗ്രാമുകൾ ചേർന്നാലാണ് 1 കിലോഗ്രാം ആവുക അല്ലെ? നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ നമുക്ക് പഠിക്കണം അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മറക്കാതെ തന്നെ എന്നും വൈകുന്നേരം 7ക്ക് നമുക്ക് ലൈവുകൾ ഉണ്ടാവാറില്ലേ? മിക്ക ദിവസങ്ങളും വൈകുന്നേരം 7ക്ക് നമ്മുടെ ഈ ചാനൽ ലൈവ് ഉണ്ടാവാറുണ്ട്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകൾ കാണാം, കൃത്യമായിട്ട് എല്ലാ പാഠഭാഗങ്ങളും പഠിക്കാം കേട്ടോ. അപ്പൊ മറക്കാതെ തന്നെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഇത് അയച്ചു കൊടുക്കുക. എല്ലാ ഫ്രണ്ട്സിനും കൂട്ടിയിട്ട് തന്നെ ലൈവിലോട്ടും അതുപോലെ അടുത്ത വീഡിയോയിലോട്ടും വരിക. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.